സലീം കുമാറിന്റെ രണ്ട് ആൺമക്കളിൽ അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയത് മൂത്ത മകൻ ചന്തുവാണ്. 2009 മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് താരപുത്രൻ. തുടക്കം ലവ് ഇൻ സിംഗപ്പൂർ എന്ന മലയാള ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു. സലീം കുമാറിന്റെ കുട്ടിക്കാലമാണ് ചന്തു അവതരിപ്പിച്ചത്. സിനിമ ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. പിന്നീട് 11 വർഷത്തേക്ക് ചന്തുവിനെ എവിടെയും കണ്ടതുമില്ല. പഠനം പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം റീ എൻട്രി നടത്തിയത് വൻ വിജയമായി മാറിയ മാലിക് എന്ന സിനിമയിലൂടെയായിരുന്നു. അച്ഛന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാനായിരുന്നു കരിയറിൽ സംഭവിച്ച രണ്ടാമത്തെ സിനിമയിലും അവസരം ലഭിച്ചത്. കിട്ടിയ വേഷം ടീനേജറായ ചന്തു മനോഹരമാക്കുകയും ചെയ്തു. വാരിവലിച്ച് സിനിമകൾ ചെയ്ത് എണ്ണം കൂട്ടുക എന്നതിലല്ല, ചെറുതാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേഷങ്ങൾ ചെയ്യാനാണ് ചന്തു എന്നും ശ്രമിച്ചത്. അതിനാലാകണം മാലിക്കിന് ശേഷം 2-3 വർഷത്തിന് വീണ്ടും ഇടവേള സംഭവിച്ചത്. ശേഷം ചന്തു സലിംകുമാർ ശക്തമായി തിരിച്ചൊരു 'മഞ്ഞും ബോയ്സ്' എന്ന സിനിമയിലൂടെയായിരുന്നു. ലൂസ് അടിക്കട എന്ന ഒറ്റ ഡയലോഗ് തെന്നിന്ത്യയിലാകെ തരംഗമായി മാറി. ചന്തുവിന്റെ കഥാപാത്രവും സിനിമയും. 'മഞ്ഞുമൽ ബോയ്സിന്' ശേഷം നടികർ ഇടിയൻ ചന്തു, പൈങ്കിളി, ലോക ചാപ്റ്റർ 1 തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോഴിതാ ചന്തുവിനെക്കുറിച്ചാണ് ചർച്ചാവിഷയം. യുവതാരം പ്രണയത്തിലാണെന്നാണ് എല്ലാവരുടെയും വാദം. യുവനടി ദൃശ്യ രഘുനാഥുമായി ചേർത്താണ് നടന്റെ പേരുകളുടെ ഗോസിപ്പുകൾ പ്രചരിക്കുന്നത്. അതിന് കാരണം വൈറലാക്കുന്ന ചില ഫോട്ടോകളാണ്. ലോകയുടെ പിന്നിൽ പ്രവർത്തിച്ച നിമിഷ് രവി, അരുൺ കുര്യൻ, ശാന്തി, കല്യാണി പ്രിയദർശൻ, ചന്തു സലീംകോർ എന്നിവരുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ഗ്രൂപ്പ് ആണ് ദൃശ്യയിൽ കാണാൻ സാധിക്കും. ചന്തുവിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദൃശ്യയുടെ വേറെയും ചിത്രങ്ങൾ റെഡിറ്റിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ചർച്ചകൾക്ക് കാരണമായത്. ലോകയുടെ ദൃശ്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ചന്തുവുമായി ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. ഇവർക്കിടയിൽ എങ്ങനെ ഈ സൗഹൃദം രൂപപ്പെട്ടു എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നു. ചന്തുവിന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ അടുത്തിടെയാണ് ദൃശ്യയുടെ സാന്നിധ്യം പ്രേക്ഷകർ നോട്ടീസ് ചെയ്തു തുടങ്ങിയത്. ഇരുവരും തമ്മിൽ സഹപ്രവർത്തകർ എന്ന രീതിയിൽ സൗഹൃദമാകാം എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ഒമർ ലുലു സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തി മികച്ച വിജയം കൊയ്ത ഹാപ്പി വെഡിങ്ങിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ നായികയാണ് ദൃശ്യ. ചിത്രത്തിന് കിട്ടിയ സ്വീകാര്യതയ്ക്കൊപ്പം അതുപോലെ തന്നെ സദ്യ കാഴ്ച ദൃശ്യ രഘുനാഥ് പിന്നീട് അധികം ചിത്രങ്ങൾ കണ്ടിരുന്നുമില്ല. ഹാപ്പി വെഡിങ്ങിന് ശേഷം മാച്ച് ബോക്സ് എന്ന സിനിമയിൽ ദൃശ്യ അഭിനയിച്ചിരുന്നു. ജോൺ ലൂതർ, അനോമി, ഷാദിയ മുബാരക്ക് തിളങ്ങുകയാണ് നടി ഭാഗമായ മറ്റ് സിനിമകൾ. സിനിമയുടെ കാര്യത്തിൽ വളരെ സെലക്റ്റീവ് ആണെങ്കിലും മോഡലിംഗും മറ്റുമായി താരം സജീവമാണ്. ഞാൻ അഭിനയം നിർത്തിയെന്ന് അഭിയവും പറഞ്ഞു. ആരോ എന്നെ ബ്ലോക്കും ചെയ്തു. ഞാൻ അഭിനയം നിർത്തിയെന്ന് പലരും പറഞ്ഞു എന്ന് പരാതി. ഇടവേള സിനിമകളിൽ ദോഷമാണെന്ന് തോന്നിയിട്ടില്ല. നായകന്മാർ ഒരിക്കലും സിനിമയിൽ അത്ര ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ കാത്തിരുന്നാൽ നല്ല അവസരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ എന്ന് തുടരെ തുടരെ സിനിമകൾ ചെയ്യാത്തതിന് പിന്നിലെ കാരണം മുമ്പ് വ്യക്തമാക്കി താരം പറയുകയും ചെയ്തു.